ഹായ് അസ്സാം വലൈക്കും. ജുനീസ് ബേബി സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളുടെ ബുക്സൊക്കെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു വുഡൻ വാൾ ഷെൽഫിൻ്റെ റിവ്യൂവുമായിട്ടാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ അത് എങ്ങനെ ഫിറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ബുക്ക് ഷെൽഫിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഷെൽഫ് ഫിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഇത് ഞാൻ വൈറ്റ് കളറാണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുണ്ട്, അതുപോലെ തന്നെ വെയിറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാർട്സായിട്ടാണ് ഇത് വരിക. ഞാൻ 4 എണ്ണത്തിൻ്റെ ആണ് വാങ്ങിയിട്ടുള്ളത് ബുക്ക് വെക്കാനുള്ളത്. അപ്പോൾ അത് 2 എണ്ണത്തിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഈ ഒരു സ്ക്വയർ ടൈപ്പ് ഉള്ളത് സൈഡിൽ വെക്കുന്നതാണ്. ഈ ഒരു സ്റ്റിക്ക് 4 ഉണ്ടാവും. പിന്നെ വരുന്നത് സ്ക്രൂ, ഈ ഒരു ബോർഡ് 4 ഉണ്ടാവും കേട്ടോ. ഇതൊരു പാർട്സ് ആയതുകൊണ്ട് നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് വേണം വാളിൽ തൂക്കാൻ. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവറാണ് ഇതിന് ആവശ്യമുള്ളത്. എങ്ങനെ ഫിറ്റ് ചെയ്യണത് നമുക്ക് നോക്കാം. ഈ ഒരു ബോർഡിൽ എവിടേക്കാണ് സ്ക്രൂ ചെയ്യേണ്ടത് എന്നുള്ളത് ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഹോളിലേക്ക് ബ്ലാക്ക് കളറ് സ്ക്രൂ ആണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നോക്കേണ്ടത് ആ ഹോള് കൃത്യമായിട്ട് ഹോളിൽ തന്നെ ചാടുന്ന രീതിയിൽ കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതിൽ വരും, ഷേപ്പിൽ വരും. എന്നിട്ട് നമുക്ക് ബുക്ക് ചാടാതിരിക്കാനുള്ള ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്. ഇതിനും ഹോളുകൾ എവിടെയൊക്കെയാണ് വരുന്നത് ആ ഹോളിനനുസരിച്ച് വെച്ചിട്ട് വേണം സ്ക്രൂ ചെയ്തെടുക്കാൻ. ഇവിടെ ഒരു ബുക്ക് ഷെൽഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ 3 എണ്ണം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വാളിൽ വരുമ്പോൾ ഇതേപോലെ കേട്ടോ വരിക. ബാക്കി 3 എണ്ണം കൂടിയും സെറ്റായിട്ട് നമ്മൾ വാളിൽ എങ്ങനെ ഹാങ് ചെയ്യുന്നത് അതുകൂടിയും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 4 ബുക്ക് ഷെൽഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ചുമരുമ്മ ഹാങ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ഡിസൈനിലാണ് ഈ ഒരു ബുക്ക് ഷെൽഫ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്യണം. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഡ്രില്ല് ചെയ്ത് വെക്കാൻ. പിന്നെ ഈ ഒരു ഡ്രില്ല് ചെയ്യുമ്പോൾ സൂക്ഷിക്കാനുള്ളത് നമ്മുടെ ബുക്ക് ഷെൽഫിൻ്റെ ലെവൽ ശരിയാണോ നോക്കിയിട്ട് വേണം ഡ്രില്ല് ചെയ്യാൻ കേട്ടോ. ഒരു ഡ്രില്ലർ ഉപയോഗിച്ച് ഹോൾ ഇട്ടതിന് ശേഷം ഈ ഒരു വൈറ്റ് സാധനം ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റ് സാധനം വലുപ്പം അധികം ആയതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് എടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു ബുക്ക് ഷെൽഫ് ഹാങ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ബുക്ക് ഷെൽഫും ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. അത് നമ്മൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ വെച്ചത് ലെവൽ ശരിയല്ല. നിങ്ങൾ വെക്കുമ്പോൾ ലെവൽ ശരിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ബുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം.